ഏരൂർ സർക്കാർ UP സ്കൂളിൽ അധ്യാപക പരിശീലനത്തിനായി എത്തിയ TTC ട്രെയിനികൾക്ക് അമിതമായ ജോലികൾ നൽകി മാനസിക സംഘർഷമുണ്ടാക്കുന്നതായി പരാതി നൽകിയവരിൽ ഒരാൾ കഴിഞ്ഞ ദിവസം വീട്ടിൽ കുഴഞ്ഞു വീഴുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ശാരീരിക സുഖമില്ലാത്ത ട്രെയിനിയോട് പോലും ദയയില്ലാതെയുള്ള പ്രവൃത്തികളാണ് സ്കൂളിലെ അധ്യാപകർ നടത്തുന്നതെന്നും പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും പരിശീലനത്തിനായി എത്തിയവർ ആരോപിക്കുന്നു. നിശ്ചിത ഷെഡ്യൂൾ സമയത്തേക്കാൾ കൂടുതൽ സമയം വിശ്രമമില്ലാതെ പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നു എന്നുൾപ്പെടെ ഗുരുതര ആരോപണങ്ങളുമായി ഇവർ ഏരൂർ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ സംഘടിച്ചെത്തിയ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പ്രഥമാധ്യാപികയുടെ ഓഫീസിലെത്തി പ്രതിഷേധിച്ചു. പ്രതിഷേധക്കാർ എത്തുമെന്നറിഞ്ഞതോടെ പ്രഥമാധ്യാപിക ഓഫീസ് പൂട്ടി മാറി നിന്നു. അധ്യാപികയുമായി ഇക്കാര്യം സംസാരിക്കാതെ പോകില്ലെന്ന പ്രതിഷേധക്കാർ നിലപാട് സ്വീകരിച്ചതോടെ അധ്യാപിക പിന്നീട് എത്തുകയായിരുന്നു. ചർച്ചയ്ക്കിടെ പലതവണ സ്കൂൾ അധികൃതരും പ്രതിഷേധക്കാരും തമ്മിൽ വാക്കേറ്റമായി. പ്രതിഷേധത്തിനിടെ മാനസിക സംഘർഷത്തെ തുടർന്ന് ട്രെയിനിയായ യുവതി എവിടെയെങ്കിലും ചാടിയിരുന്നെങ്കിലോ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചോദ്യത്തിന് ചാടിയില്ലല്ലോ എന്ന PTA പ്രസിഡന്റിന്റെ മറുപടി വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചു. ഇതോടെ പോലീസ് ഇടപെട്ട യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ ഓഫീസിൽ നിന്നും പുറത്തിറക്കി. പരാതിക്കാർക്ക് തടസ്സമില്ലാതെ പരിശീലനം പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ സ്കൂൾ അധികൃതർ സ്വീകരിക്കണം. ഇവിടെ പരിശീലനം നടത്താൻ താല്പര്യമില്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ ഇതിനാവശ്യമായ ക്രമീകരണം ഒരുക്കി നൽകണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും KSU സംസ്ഥാന സെക്രട്ടറി ലിവിൻ വേങ്ങൂർ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് അവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ചെയ്തു നൽകേണ്ട ഈ സ്കൂളിൽ നിന്ന് തന്നെ വളരെ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഇന്റേൺഷിപ്പ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് നമുക്കറിയാം ഓരോ സ്കൂളിൽ ഇത്ര സമയമാണ് പഠിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ളതെല്ലാം നമുക്കറിയാം. അതിനപ്പുറം ഈ ക്യാമ്പസിലെ അധ്യാപകർ അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ക്ലാസ്സുകൾ എടുപ്പിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ 2 വിദ്യാർത്ഥികൾക്കാണ് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായി ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് KSUവിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഈ സ്കൂളിലേക്ക് കടന്നു വന്നത്. ഞങ്ങളുടെ ആവശ്യം ഇവിടുത്തെ HMM പ്രിൻസിപ്പാളുമായി ഞങ്ങൾ സംസാരിച്ചു കഴിഞ്ഞു. ആ വിദ്യാർത്ഥികൾക്ക് ഇവിടെ തന്നെ ഇന്റേൺഷിപ്പ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ നാളെ മുതൽ കൃത്യമായി അവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് അവർക്ക് യാതൊരു വിധമായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലുള്ള സൗകര്യങ്ങളുമായി ഇവിടുത്തെ അധ്യാപക വൃത്തങ്ങൾ അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് അവരെ സഹായിക്കണം. അത് അല്ല അവർക്ക് മറ്റ് സ്കൂളുകളിലേക്ക് കടന്നുപോയി ഇവിടുത്തെ പ്രയാസത്തിൽ അവർക്ക് മറ്റു സ്കൂളിലേക്ക് പോയാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടുന്ന നടപടി എത്രയും വേഗം ഇവിടുന്ന് അധ്യാപകർ കൈക്കൊള്ളണം എന്നുള്ളതാണ് കേരള വിദ്യാർത്ഥി യൂണിയന്റെ ആവശ്യം. ആ ആവശ്യം ഞങ്ങൾ ഇന്ന് ഇവിടുത്തെ അധ്യാപകരുമായി സംസാരിച്ചു.
അതേസമയം ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുകയാണ് സ്കൂൾ അധികൃതർ. പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവൃത്തികളല്ലാതെ മറ്റൊന്നും ചെയ്യാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. വിശ്രമമില്ലാതെ ജോലി ചെയ്യിപ്പിച്ചു, മാനസിക സംഘർഷം ഉണ്ടാക്കും വിധം പ്രവർത്തിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ്. ട്രെയിനികൾക്ക് ആവശ്യമെങ്കിൽ സ്കൂളിൽ തന്നെ പരിശീലനം പൂർത്തിയാക്കാം. ഏരൂർ സ്കൂളിൽ താല്പര്യമില്ലെങ്കിൽ മറ്റൊരു സ്കൂളിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും സ്കൂൾ അധികൃതർ വ്യക്തമാക്കി. പ്രഥമാധ്യാപികയുടെ ചാർജ് വഹിക്കുന്ന അധ്യാപികയെ മാറ്റണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യവും സ്കൂൾ അധികൃതർ തള്ളി. അപ്പൊ ഇവിടെ നിൽക്കുന്ന അധ്യാപകര് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധ്യപ്പെടിയിലുണ്ട്. ഇപ്പൊ ഈ ആരോപണം ഉന്നയിക്കുന്ന ടീച്ചർ 20 മേൽ വർഷ സർവീസ് ഉള്ള ഹൈലി എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ടീച്ചറാണ്, പേരൻസിന് വളരെ ഇഷ്ടപ്പെട്ട ടീച്ചറാണ്. നിങ്ങളെ ഞാൻ കേൾക്കാം, നിങ്ങൾക്ക് പറയാം, മനസ്സിലായോ? പിന്നെ ഇവിടെ നിൽക്കുന്ന ഒരാളും കാര്യം മാതൃത്വം എങ്ങനെയാണോ ആ രീതിയിൽ കുഞ്ഞുങ്ങളുമായിട്ട് ഇടപെടുന്നവരാണ്. ഇന്നലെ കുട്ടികൾ വന്ന വിഷയം പറയുമ്പോഴും ഞാൻ അവരോട് പറഞ്ഞത്, മക്കളെ ടീച്ചർ പറഞ്ഞുവെങ്കിൽ അത് നിങ്ങളോട് പറയുന്നത് മാതൃത്വപരമായ രീതിയിലാണ്, നിങ്ങൾക്ക് അങ്ങനെ എടുത്തൂടെ? നടുവേദന ഉണ്ടായി എന്ന് പറയുന്നു. നടുവേദന ഉണ്ടായ സമയത്ത് ഈ കുട്ടി സ്കൂളിൽ വെച്ച് യാതൊരു തരത്തിലുള്ള ദേഹാസ്വാസ്ഥ്യവും കാണിച്ചിട്ടില്ല. വീട്ടിൽ ചെന്നപ്പോഴാണ് ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് ഈ അധ്യാപകർ അറിയുകയും അധ്യാപകർ പറഞ്ഞതിൽ എന്നെ വിളിച്ച് പറയുകയും ഞാൻ ആ വീടുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്തു. ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഈ പ്രശ്ന പരിഹാരം കണ്ട് ഈ കുട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് ട്രെയിനിങ്ങിന് ഭാഗമായി വേറെ സ്കൂളിലേക്ക് മാറ്റാമെന്നും പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഈ ഏത് സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഈ സ്കൂളിനെ, എല്ലാ പൊതുപ്രവർത്തകരും ഈ സ്കൂളിനെ സംരക്ഷിക്കാൻ വേണ്ടിക്കുന്നവരാണ്. പക്ഷേ അത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി മീഡിയയിലൂടെ ഈ സ്കൂളിനെ തകർക്കുന്ന ഒരു സമീപനം ഉണ്ടാകും. കാരണം ഈ സബ് ജില്ലയിൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ കൂടിയ ഈ സബ് ജില്ലയിലെ ഒരേ ഒരു സ്കൂളാണ്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്ത് പ്രശ്നമായാലും അവരുടെ ഭാഗം നിങ്ങൾ കേട്ടു, അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി സ്കൂളിന്റെ അധികൃതമായി ചേർന്ന് BDA-യുമായിട്ട് ചേർന്ന് ചെയ്യുന്നത്. മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പ്രതിഷേധക്കാരെ അധ്യാപകർ ഒന്നിച്ചു നേരിടുന്ന കാഴ്ചയും ഏരൂർ സ്കൂളിൽ കാണാനായി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മാഹീൻ പുത്തയം, KSU സംസ്ഥാന സെക്രട്ടറി ലിവിൻ വേങ്ങൂർ, KSU ജില്ലാ സെക്രട്ടറിമാരായ സുബാൻ പത്തടി, അൻഷാദ്, നസ്മൽ, അജ്മൽ, ഹരികൃഷ്ണൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നാട്ടുവാർത്ത, ഏരൂർ.